പെന്തക്കോസ്ത മഹോത്സവ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും പെന്തക്കോസ്ത തിരുനാളിന് ശേഷം അനുഭവത്തിൽ സഭ വളരുകയും ചെയ്യുന്ന ഒരു വലിയ കാലമാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഏതാണ്ട് 86 മുതൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കേരള സഭ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയേറെ ജാഗ്രത ഉള്ളൊരു സഭയായി മാറിയായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് 10% തിയോളജിയിൽ പഠിക്കുമ്പോഴും ഈ 10% പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള റെഫറൻസ് എങ്കിൽ നമ്മൾ ആ പട്ടമേറ്റ് പ്രേക്ഷിത വയലിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പൊതുസഭയുടെ അവബോധം ഏതാണ്ട് 90% കണ്ട് പെട്ടെന്ന് വളർന്ന് ഈ ഒരു അവബോധമാണ് ഇപ്പോൾ 8ാം ബിബ്ലിക്കൽ കരിസ്മാറ്റിക് കൺവെൻഷൻ ഒരു പക്ഷേ KST നടത്തിയ NST നടത്തിയ കൺവെൻഷനിൽ ഏറ്റവും മനസ്സിൽ മായാതെ നിൽക്കുന്നത് 8ാമത്തെ നാഷണൽ കൺവെൻഷനാണ്. ലോകവ്യാപകമായ രീതിയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലും മലയാളികളെല്ലാവരെയും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോർ കമ്മിറ്റിക്ക് താഴെയുള്ള 3 പേരടങ്ങുന്ന കൊച്ചു ഗ്രൂപ്പുകൾ തൊട്ട് വലിയ ഗ്രൂപ്പുകൾ വരെ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനയും സ്റ്റഡി ക്ലാസ്സുകളും കിട്ടി വളർന്നു വന്ന ഒരു നാഷണൽ കൺവെൻഷനാണ്. അപ്പം അതിൻ്റെ കാശുരൂപമൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആത്മാവിൻ്റെ പറന്നിറങ്ങണ പരിശുദ്ധാത്മാവിൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ മെഡലുകൾ പോലും സപ്ലൈ ചെയ്തിരുന്നത്. അത്രയ്ക്കും കോൺഷ്യസ് ആയിരുന്നു. സഭ എല്ലാ തരത്തിലുള്ള വിഷമതകളിലുമൊക്കെ കടന്നു പോകും എന്ന് ഈശോ പറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ സംസാരിക്കാൻ തുടങ്ങിയത്. ബൈബിളിലെ ഒരു രീതിയാണത്. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും. അതുപോലെ തന്നെ ഈശോ ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 16:28 വായിക്കുമ്പോൾ ഈശോ തന്നെ സഭയെ വിട്ടുപോകുന്ന ഒരു കാലമാണ്. അതിൻ്റെ ആ കാല ദശാസന്ധി ഉണ്ടാകും. അതാണ് 16:28 പറയണത്. എന്താ പറയണത്? ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പം ഈശോ നമ്മളെ വിട്ട് പോകുന്ന ഒരു അവസ്ഥ, അത് ആധ്യാത്മികതയുടെ ഒരു പ്രത്യേക ഘട്ടമാണിത്. കർത്താവ് വിട്ടുപോകുന്നു തോന്നുന്ന അവസ്ഥ. നമുക്കൊരു തീരുമാനം എടുക്കാൻ വൈകുന്നു. പല തീരുമാനത്തെക്കുറിച്ച് നമുക്ക് അംബിഗ്വസായി മാറുന്നു. വാട്ട് ടു ഡു, വാട്ട് ഈസ് റൈറ്റ് എന്നറിയാൻ പാടില്ലാതെ വരും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ ഈശോ പറഞ്ഞത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. 16:16 വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡാർക്ക് ടൈം ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിനും ഡാർക്ക് ടൈം ഉണ്ടാകും. മേ ബി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നൊക്കെ യോഹന്നാൻ ക്രൂസൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് ടൈം. പക്ഷേ ഈ ഡാർക്ക് ടൈം യോഹന്നാൻ ക്രൂസിനേക്കാളും രൂക്ഷമായിട്ടാണ് സാധാരണ മനുഷ്യർ പോലും അനുഭവിക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും.
അപ്പോൾ ഈ കാണാത്ത സമയത്ത് എന്ത് സംഭവിക്കും? കാണാത്ത സമയത്ത് എന്ത് സംഭവിക്കും? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. പല പല വിഷയങ്ങളിൽ നമ്മൾ കരയും. പല പല വിഷയങ്ങളിൽ നമ്മൾ കണ്ണീരില്ലാത്ത വിലാപം അന്തരാളങ്ങളിൽ നിന്ന് വരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമയങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ഈ വരികൾക്കിടയിലാണ് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാലാവസ്ഥകളെക്കുറിച്ച് പറയും. അപ്പോൾ ഈശോ അരുളി ചെയ്തിരുന്ന ഉയർത്തെഴുന്നേറ്റ് പ്രവചിക്കപ്പെട്ടതുപോലെ പിതാവിന് വലതുഭാഗത്തേക്ക് വരും. ഉപവിഷ്ടനാകുമ്പോഴും ഈശോ നമ്മളെ ഏകനായി വിട്ടുപോകത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി, നമ്മൾ 14:18 വായിക്കുമ്പോഴേ യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് കർത്താവ് അവിടെ വെച്ചും ടെസ്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണ കേൾക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഭ എക്വിപ്ഡ് ആകേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തുമാത്രം കോൺഷ്യസ് ഒരു വ്യക്തിക്കുണ്ടോ അത്രേ ആ വ്യക്തികളെല്ലാം ഈ ഇരുട്ട് തക്കങ്ങളെ അതിജീവിക്കണ കാണാം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളത് കൊണ്ടാണ്. നിർഭാഗ്യവശാൽ ഇപ്പം ഞാൻ തന്നെ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ആൾക്കാരെ സമയം കിട്ടുമ്പോഴൊക്കെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ചില സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരും. അപ്പോൾ ബൈ ചാൻസായിട്ട് എന്നെ കാണാൻ ഇടയാകും. അപ്പം ഞാൻ അവരോട് അവരുടെ കാര്യങ്ങൾ കൗൺസിലിങ്ങിൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നതാണ്, പിന്നീട് അവർ വിദേശത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഈ കൊല്ലം തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഉടനെ അവരോട് ചോദിക്കും, ഗ്രീൻ കാർഡിൻ്റെ കാര്യം എന്തായി? ഉടമ്പടിയിൽ ഉണ്ടായിരുന്നല്ലോ, കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അത് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, മക്കൾ എവിടെയാണ്? മക്കളെ കൂടെയുണ്ടോ അതോ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, അച്ഛാ പ്രാർത്ഥിക്കണം, മക്കളെ കൊണ്ടുപോകാൻ, മക്കളുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ വാസ്തവത്തിൽ അവിടുത്തെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു നോൺസെൻസ് ആണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച. ഒരു മനുഷ്യൻ്റെ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഇടയൻ സംസാരിക്കുന്ന ഒരു നോൺസെൻസാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലൻ, പ്രത്യേകിച്ച് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ, നമ്മുടെ ഈ 19-ാം അധ്യായമില്ലേ നടപടി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ, 2-ാമത്തെ വചനം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ഈ വിശുദ്ധ പൗലോസ് എഫേസോസ് സഭയിലൂടെ ഉൾപ്രദേശങ്ങളിലൂടെയെല്ലാം കറങ്ങി എഫേസോസിൽ എത്തിച്ചേരണ ഒരു ഭാഗമുണ്ട്. അപ്പോഴൊരു 10-12 വിശ്വാസികൾ, ജ്ഞാനസ്നാനം സ്വീകരിച്ച വിശ്വാസികൾ ഈ പൗലോസിനെ കാണാൻ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ പൗലോസ് ഇവരുടെ മുഖത്തിട്ട് നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ അതായത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളാണ്, അവരാണ് ഈ പൗലോസിനെ സ്വീകരിക്കണത്. പക്ഷേ ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞ പൗലോസപ്പം ചോദിക്കണത്, എങ്ങനെയാണ് ഈ നാട്ടിൽ പട്ടിണിയുണ്ടോ? ഈ നാട്ടിൽ കടൽ കയറിയോ? കടൽ കയറിയപ്പോൾ നിങ്ങൾ എവിടെ പോയി ഇരുന്നു? സർക്കാരിൻ്റെ കിറ്റ് കൃത്യമായിട്ട് കിട്ടിയോ? ഇങ്ങനെ ഭൗതികമായ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങൾ ബേസിക്കായിട്ട് അപ്പോസ്തലൻ, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെയുള്ള ആൾക്കാരും ഭൗതികമായ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയവർ ആദ്യം ആ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോസ്തലൻ ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല,
പക്ഷെ അപ്പോസ്തലൻ ആകുലപ്പെടേണ്ടത് വെദർ ദ ഹാവ് റിസീവ്ഡ് ഹോളി സ്പിരിറ്റ് ഓർ നോട്ട്. അവിടെയാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. സഭ അടിസ്ഥാനപരമായിട്ട് ആകുലപ്പെടേണ്ടത് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല. നിർഭാഗ്യവശാൽ ഊന്നലുകൾ മാറി വന്നപ്പോൾ പലപ്പോഴും നമ്മൾ ലക്ഷ്യം പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടുന്നതാണ്. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ഒരു വിശ്വാസി അന്വേഷിച്ച് കഴിയുമ്പോൾ ബാക്കിയെല്ലാം അതിന് ദൈവം തന്നെ ചേർത്ത് നൽകുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കിയിരുന്ന് എന്തുമാത്രം മനുഷ്യരെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതം പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ദൈവവുമായിട്ടുള്ള ആ ബന്ധങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അഡീഷണൽ ഗ്രേസ് പോലെ ചേർത്ത് നൽകുകയാണ്. നമ്മൾ പക്ഷേ ജനങ്ങൾ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ജനങ്ങൾ ഭൗതികമായ സുസ്ഥിതിയിലും വികസനത്തിലും വളർന്നു വരണമെന്ന് പ്രഥമമായ ഒരു പ്രയോറിറ്റി വന്ന് ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല, പക്ഷേ പ്രയോറിറ്റി വന്ന പ്രശ്നമാണ്. സഭ ബേസിക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. അങ്ങനെ ആരോ ധരിച്ചിട്ടാണ് മനുഷ്യ വട്ടോന്നീളം പായണത്. നമ്മളുടെ സഭയുടെ ചില പരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതാണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് നടത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്. ദുരിതാശ്വാസ ക്യാമ്പ് നടത്തേണ്ടെന്നല്ല ഞാൻ പറയണത്. സുനാമി വന്നപ്പോൾ ഈ ജില്ലയിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയ ആൾ ഞാനാണ്. 87 മുതൽ കടലോര ജനതയെ പുനരധിവസിപ്പിക്കുകയും എൻ്റെ വെള്ളലോഹരി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിയപ്പോൾ അവിടെ കഞ്ഞി വെക്കാൻ വിറകില്ലാത്തപ്പോൾ വിറക് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും പോയി. അളന്ന് കിട്ടിയ എടുത്തു തന്ന വിറക് എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ ഒപ്പം അവർക്ക് താങ്ങാൻ കൂടുതലായപ്പോൾ ഞാൻ ആ വിറകെടുത്ത്, റബ്ബർ വിറകാണ്, അതിന് കീലും റബ്ബറും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ആരോഗ്യക്കുറവ് കാരണം ഞാൻ ആ വിറക് 10 കിലോനാ പറ്റുള്ളൂ എൻ്റെ നെഞ്ചത്തിങ്ങനെ നെഞ്ചു താങ്ങിയെടുത്ത് അതോടെ എൻ്റെ വെള്ളലോഹ റബ്ബർ കറയായിപ്പോയി. അപ്പോഴാണ് എനിക്ക് ലോഹം മാറണമെന്നുള്ള, ജനങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ലോഹം മാറണമെന്നുള്ള ചിന്ത വന്നത്. ഇതെല്ലാം ഞാൻ കർത്താവിൻ്റെ പുറകിൽ നിന്ന് പറയണതാണ്. കർത്താവിനറിയാവുന്ന സത്യങ്ങളാണ്, അല്ല വേറെ ഒരു വിളിയും കൊണ്ട് ലോഹം മാറിയതല്ല. സന്യസിച്ചേക്കാം, സന്യസ്ത ജീവിതമാണ്, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ചില ആൾക്കാർ എന്നോട് പറഞ്ഞ കാവി വസ്ത്രമാണല്ലോ, എന്നിട്ട് കുടവേറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഉപവാസമൊന്നുമില്ല, ഞാൻ ഇരുന്നിരുന്ന് കുടവേറാതെ ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലോഹം മാറാനുള്ള കാരണം ഇതാണ്. ഇപ്പം റിലീഫ് ക്യാമ്പുകൾ അടിസ്ഥാനമായിട്ട് തന്നെ അതൊന്നും മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. അവരെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ എന്ന്. അത് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ല എന്ന് തോന്നണം അപ്പോസ്തലനെ. എന്നെപ്പോലുള്ള പ്രവർത്തകർക്ക് അത് തോന്നണം. അത് തോന്നിയില്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ല സഭയ്ക്ക് കുഴപ്പമുണ്ടെന്നല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഭൗതിക വിഷയങ്ങളുടെ വിഭവങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ആശങ്കപ്പെടുന്നത്. ദൈവജനത്തിനുള്ള ഭൗതിക വിഷയങ്ങളുടെ പോരായ്മയെക്കുറിച്ച് ഒരു ഇടയന അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർ ആശങ്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്നിൽ പരിശുദ്ധാത്മാവ് വളരെ ലോലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. ഇത് സഭയുടെ അനേകം വൈദികർക്കിതുണ്ടെങ്കിൽ സഭയുടെ അവസ്ഥയും അത്രയും ഒരു വെന്റിലേറ്ററിലാണെന്ന അർത്ഥം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കാനാണ് ദൈവം നമ്മളെ യേശുക്രിസ്തുവിനെ പോലും പഠിപ്പിച്ചത്.
അല്ലാതെ കൂട്ടമായി ജീവിക്കാനല്ല. കൂട്ടമായി പ്രാർത്ഥിക്കാം. ജീവിക്കണ അവനവൻ്റെ ജീവിതം ഒറ്റക്ക് ജീവിക്കണമെന്ന്. ഈ പരിശുദ്ധാത്മാവിനെ സംരംഭമാക്കുന്നതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനമായ ദൈവിക മനസ്സെന്താണ്? യു മസ്റ്റ് ലിവ് അലോൺ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഒറ്റക്ക് ജീവിക്കണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഈശോ പറഞ്ഞത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പ്രൈമറി എൻഡായി അവൻ്റെ ജീവിത ലക്ഷ്യമാകണമെന്നൊക്കെ പറയാൻ കാരണം, ഈ ഒറ്റക്ക് ജീവിക്കാൻ, ഒറ്റക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ സാധ്യത മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ആരൊക്കെ ഉണ്ട്, പള്ളിയുണ്ട്, പാർട്ടിയുണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, സഭയുണ്ട്, എന്നൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വി ഹാവ് ടു ലിവ് അവർ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ നമ്മൾ മിക്കവാറും കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞ പോലെ, ചില ആൾക്കാർ പറയുകയെ കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന്. അപ്പോഴും ഞാൻ പറയും, കയ്യിലും കരിഞ്ഞാൽ എന്തു ചെയ്യും? കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. അതാണ് എൻ്റെ സംഭവം. ജീവിതം കരിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ കൈസഹായം നൽകും, അവർ കയ്യിലായി പ്രവർത്തിക്കും. പക്ഷെ കയ്യിലും കരിയണ ഒരു സമയമുണ്ടാകും. അപ്പോഴെന്താണ്? കരിയുമ്പോൾ വിരകാൻ കർത്താവ്, നമ്മുടെ ജീവിതം കരിയുമ്പോൾ വിരകാൻ കർത്താവ് മാത്രം. ഇങ്ങനെ ആ ഒരു നിമിഷം നോക്കി പാർത്തുകൊണ്ടാണ് ഈശോ പറയണത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് പറയണത്. അപ്പോഴീ ഒറ്റക്ക് ആയിപ്പോകുന്നൊരു സമയം സാക്ഷ്യം വഹിക്കാൻ, അങ്ങനെ ഒരു മനുഷ്യൻ റെഡ്യൂസ് ഇൻറ്റു സീറോ മൈനസ് എന്ന് ഞാൻ ഇടയ്ക്ക് പറയേ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴും നിലനിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പരിശുദ്ധ അമ്മയെ അവലംബിക്കാനുള്ള കാരണം, മേരി മഗ്ദലിനെയും അതുപോലെ കുസായുടെ ഭാര്യ മറിയത്തെയും അതുപോലെ യോഹന്നാൻ്റെ യാക്കോബിൻ്റെ അമ്മയായ സലൂമിയെയും, അങ്ങനെ കുറേ സ്ത്രീജനങ്ങളെ, യോഹന്നാനെ ഉൾപ്പെടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയെ വിലയിരുത്തണത്. കുറേ ആൾക്കാർക്ക് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ഉള്ള ഒരു ഉൾപ്രേരണയായി അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. അമ്മ നിന്നത് കൊണ്ടാണ് മേരി മാഗ്ഡലിൻ കൂടെ നിന്നത്. അമ്മ നിന്നത് കൊണ്ടാണ് സലൂബി നിന്നത്. അമ്മ നിന്നുകൊണ്ടാണ് കുസായുടെ ഭാര്യ മറിയം നിന്നത്. അങ്ങനെ അവിടെ എല്ലാ സ്ത്രീകളും യോഹന്നാൻ ഉൾപ്പെടെയുള്ളത് അമ്മയിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെ ഫലങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആത്മധൈര്യത്തിൻ്റെ അടയാളമാണ് കുരിശിൻ്റെ ചുവട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയിൽ വർഷിച്ച ആത്മാവിന്റെ ശക്തിയാ അമ്മ കുരിശിന്റെ ചുവട്ടിലെ ഒറ്റക്ക് നിൽക്കുകയും മറ്റുള്ളവരെ നിൽക്കുന്നതിന് ആവശ്യമായ ആത്മാവിന്റെ അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ ദേവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ വാഗ്ദാനപേട ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിലെ ധ്യാനാത്മകമാകുന്നത്. ഈശോ പറഞ്ഞില്ലേ, എന്നാ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷം 16:32 നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടും വെച്ച് പോകുന്ന കാലം വരും. അപ്പം കൂടെയുള്ളവർ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹപ്രവർത്തകർ, നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവമാണത്.
ഈ അനുഭവമില്ല ആരാ ഉള്ളത്? ഒരു രോഗത്തിൻ്റെ വേദന അതിൻ്റെ തീക്ഷ്ണമായിട്ടൊന്ന് അനുഭവിക്കുന്ന സമയത്ത് ആരെല്ലാം കൂടെ ഉണ്ടായിട്ട് എന്നാ കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. ആര് വേദനിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു നല്ല വേദന നമുക്ക് ശരീരത്തിന് വന്നാൽ നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ആ വേദന അവൻ തന്നെ അനുഭവിക്കുമ്പോൾ അവന് മനസ്സിലാകും അവൻ ഒറ്റക്കാണെന്ന്. അതാണ് നമ്മൾ വേദനകളൊന്നുമില്ല, നമ്മുടെ ജീവിതം വളരെ ഹൈഫൈവായി സന്തോഷമായിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിനെ അറിയാനോ പറ്റാണ്ട് വരും, ദൈവത്തെ അനുഭവിക്കാൻ പറ്റാണ്ട് വരും. കാര്യം എന്താ? നമ്മൾ ഓരോരുത്തരും നമുക്കുണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി ഭയങ്കര ബിസി ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇല്ലേ, അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെയും അമിതമായ ബിസി ആകാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അവരൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ശൈത്യം അല്ലെങ്കിൽ ആധ്യാത്മിക വരൾച്ച ഉണ്ടാവും. യേശുവിൻ്റെ ജീവിതത്തിൽ പോലും ഈ ഒറ്റക്കാകപ്പെടുന്ന അവസ്ഥയെ ദൈവം ബോധപൂർവം ഒഴിവാക്കിയില്ല. ഈശോ പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ 16:32 നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകുന്ന, ഏകനായി വിട്ടുപോകുന്ന കാലം വരും. എന്നിട്ട് ഈശോ അതിന് മറുകൃതി എന്താ പറഞ്ഞത്? എങ്കിലും ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞത്. ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെ ഉണ്ട്. അത്രയും സംഭവം. ഇത് പക്ഷേ ആധ്യാത്മികമായിട്ട് വിസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് പിതാവ് കൂടെ നമ്മുടെ കൂടെ ഉള്ളത്, എല്ലാവരും വിട്ടിട്ട് പോയിട്ട് പിതാവുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരിക്കലും കുരിശായിട്ട് കർത്താവിന് തോന്നത്തില്ല. കർത്താവ് പിതാവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു അഭിഷേക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആത്മധൈര്യത്തോട് ഇത് പറയണത്. അല്ലാതെ ഈശോ തെറ്റ് പറഞ്ഞെന്ന് ഞാൻ പറയുകയല്ല. പിതാവുമായിട്ടുള്ള ഈശോയുടെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത കണക്ഷനാണ്. ആ ആന്തരികമായ ഉദ്ഗ്രഥനത്തിലാണ്, പിതാവുമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൈവാനുഭവമായിട്ട് മാത്രമേ നമുക്ക് കാണേണ്ട കാര്യമുള്ളൂ. നിരന്തരം പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക അനുഭവം, ആത്മാവിൻ്റെ അനുഭവമാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെയുണ്ട്. അതൊരു പ്രാർത്ഥനാനുഭവമാണ്, സത്യമായൊരു കാര്യമാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും നോട്ട് പ്രാക്ടിക്കൽ. ട്രൂത്ത് ഉണ്ടാകാം, മേ ബി ചില സത്യങ്ങൾ ചില സാഹചര്യത്തിൽ പ്രായോഗികമല്ലാതെ വരും. അതാണ് നമ്മൾ ശരിക്കും ഇത്രയും പറഞ്ഞ ഈശോ മർക്കോസിൻ്റെ 16:34 വായിക്കുമ്പോഴേ, മർക്കോസ് 16:34 എന്താ പറയണത്? ഞാനിപ്പോൾ എന്താ സംസാരിക്കണം അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കണത്. പെന്തക്കോസ്താ ഒരുക്ക ധ്യാനം മാത്രമല്ല, പെന്തക്കോസ്താ ഒരുക്ക ധ്യാനം കഴിഞ്ഞാലും നിങ്ങൾക്കിത് സഹായമാകും. അതായത് മർക്കോസിൻ്റെ 15:34 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. ഏത് യേശുവാണ് ഉച്ചത്തിൽ നിലവിളിച്ചത്? യോഹന്നാൻ 16:32 നിങ്ങളെല്ലാവരും എന്നെ ഇട്ട് പോകുന്ന കാലം വരുമെന്ന് പറഞ്ഞപ്പോൾ ആ കാലം ഇപ്പോൾ വന്നിരിക്കുക. ആ യേശു എങ്കിലും പിതാവ് എന്നോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞ യേശു, ഞാൻ ഏകൻ അല്ല എന്ന് പറഞ്ഞ യേശു ഇപ്പോഴെന്താ പറയണമെന്ന് നോക്കിയേ. 15:34 9-ാം മണിക്കൂറായപ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താ പറഞ്ഞത്? എലോയ് എലോയ് ലമ സബക്താനി. അതായത് എൻ്റെ ദൈവമേ
നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ട്. എല്ലാവരും നമുക്ക് പോയാലും ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവം പോലും ഉപേക്ഷിക്കുന്ന ഒരു കാലം അതുണ്ട് നമുക്ക്. അത് നമുക്ക് നിഷേധിക്കരുത്. നമ്മൾ എത്ര പുണ്യം ചെയ്ത് ജീവിച്ചാലും ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തിലൂടെ ഓരോ മനുഷ്യരും പോകും. ഇങ്ങനെ പോകുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് വരുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ഇടങ്ങൾ, ദ സ്പേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവപൈതലെ നീ ഏകയായിപ്പോയി എന്ന് തോന്നിയാൽ നീ ആദ്യം ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടി വരും. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏകനായി പോകുന്ന കാലത്ത് നമ്മളെ നയിക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായാണ് പിന്നീട് സംസാരിക്കുന്നത്. 14-ാം അധ്യായം, ലൂക്കായുടെ 23-ാം അധ്യായത്തിലെ 46-ാമത്തെ വാക്യം, 23-ാം അധ്യായം 46-ാമത്തെ വാക്യം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പിതാവ് ഈശോനെ ഉപേക്ഷിച്ചതുപോലെ എൻ്റെ അനുഭവം എന്ന് പറയണത് ആസ് ഇഫ് ഹി ഫെൽറ്റ് ദാറ്റ് ഫാദർ ഹാസ് ഫോർസേക്കൺ ഹിം. അതാണ് അടുത്ത ഒരു ഗ്രാമർ പറയാൻ പറ്റുമെങ്കിൽ പറയണത്. പിതാവ് ഉപേക്ഷിച്ച പോലെ ഹി ഫെൽറ്റ് സോ, അങ്ങനെ അനുഭവിച്ചു. ആ സെക്കൻഡിൽ ആത്മാവ് ഉടനെ വർക്കിംഗ് കണ്ടീഷനാവും. എന്താണ് ആത്മാവ് പറയണത്? അതാണെന്ന് ലൂക്കായുടെ സുവിശേഷം 23:46. പിതാവ് അപേക്ഷിച്ച് യേശു ലെഫ്റ്റിൻ്റെ എയറായി, ആകാശത്തിന് ഭൂമിക്ക് മധ്യ നിരാലംബനായി തൂക്കപ്പെട്ടവനായി, നഗ്നനായി തൂക്കപ്പെട്ടവനായി, അപ്പം മാന്യതനായി തൂക്കപ്പെട്ടവനായി മരണത്തിലേക്ക് പതുക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡിൽ ഈ ആശ്വാസകനായ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറയും. എന്താ പറയണത്? ജീസസ്, കർത്താവേ, നീ വിഷമിക്കരുത്. കാര്യം നിൻ്റെ ബോഡിയിൽ ഇനി ജീവനെ പിടിച്ച് നിർത്താൻ നിൻ്റെ ബോഡിക്ക് കഴിയാതായി ആകാൻ പോകുന്നു. കാര്യം ചോരയെല്ലാം വാർന്ന് ഒഴുകാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 10-15 മണിക്കൂറായി. ചോര ഈശോയുടെ ശരീരത്തിൽ ആ ചമ്മട്ടി അടി കൊണ്ട ആ സമയം മുതൽ, സന്ധ്യ മുതൽ രാവിലെ 10 മണി വരെയാണ് ഈശോ പീഡാനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്നു പോയിട്ട് വല്ലാണ്ടാകുന്നൊരവസ്ഥയാണ്. ബോഡി ജീവനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ലാസ്റ്റ് നിമിഷം. അപ്പോൾ പരിശുദ്ധാത്മാ പറയും, ഈശോ കുറച്ച് കഴിയുമ്പോൾ, 1 നിമിഷം കഴിയുമ്പോൾ, ഇത് 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്കും നിൻ്റെ ശരീരത്തിൽ നിന്ന് പോകേണ്ടി വരും. എന്നിട്ട് പറയുക, അപ്പോൾ നീ പതറരുത്. അപ്പം നീ ഒരു കാര്യം പറയണം, പിതാവ് ഉപേക്ഷിച്ചു, പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കുന്ന ഒരു സമയം ഒരു മനുഷ്യന് ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റിയൊരു വാക്ക് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോണത്. അവൻ പിരിഞ്ഞു പോവുകയും ഈശോ അത് പറയും. എന്താ ഈശോ പറഞ്ഞത്? അപ്പാ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ, സംസർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ, യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, കാണാത്ത അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നിക്കക്കള്ളിയില്ലാത്ത സമയം വന്നാൽ അവസാന നോട്ട് നമുക്ക് തന്നിട്ടേ ആത്മാവ് നമ്മളെ സഹായിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് ആത്മാവ് വെയിറ്റ് ചെയ്യും. ഈശോ പറ, ഈശോ. നമ്മുടെ ലൂക്കാ സുവിശേഷത്തിൻ്റെ 23:46 അതാണ് കാറ്റഗിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് നൽകിയ വേദപാഠങ്ങളാണ്. ഈശോ ഈശോ ഇതൊന്ന് കേട്ടിട്ട് പോകാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറയുമ്പോഴും ആത്മാവിന് നിക്കക്കളി ഇല്ലാണ്ടാകുന്നു. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി, അപ്പാ ഐ കമൺ മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ നീ അതൊന്ന് പറഞ്ഞാൽ പിന്നെ വരണ കാര്യം ഞാൻ ഏറ്റുവെന്നാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ നിനക്ക് തല ചായ്ക്കാം, ജീവൻ വെടിയാം, പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാനും അപ്പായും കൂടി നോക്കിക്കൊള്ളാം. ഇതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശോ ആ നിമിഷങ്ങളത് അനുസരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പാ എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നിയാലും, ആത്മാവ് എന്നെ അടുത്ത കഴിഞ്ഞ ക്ഷണം പിരിഞ്ഞു പോയാലും അവസാനം എനിക്കിതേ പറയാനുള്ളപ്പാ, ഐ കമൺ മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് തന്നെ ഏൽപ്പിക്കുന്നുവെന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, അങ്ങനെ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ച് അവനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പക്ഷെ പൂർത്തിയാക്കണ സമയത്ത് ആരും ഇല്ല കൂടെ. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇത്. ഈ 16-ന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ യോഹന്നാൻ്റെ സുവിശേഷം 17 പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 17-4 വരുമ്പോൾ അവൻ പറയും, പിതാവേ അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കാര്യം എന്താണ്? അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. പക്ഷെ പൂർത്തിയാക്കിയപ്പോഴേ ഏൽപ്പിച്ച ആൾ കൂടെയില്ല എന്നുള്ളത് ഒരു ട്രാജിക്കൽ ട്രൂത്താണ്. യു ഗോട്ട് ദ പോയിന്റ്. നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നവരെ നമ്മളത് പൂർത്തിയാക്കുമ്പോൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ മാനസികാവസ്ഥ കൊണ്ടോ അഭിപ്രായ പിന്തുണ കൊണ്ടോ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലം ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നത് അവനവൻ്റെ അന്നന്ന് വേണ്ട ആഹാരമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ, വേദനിക്കപ്പെടുന്ന അവസ്ഥയിൽ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം ശക്തി തരണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി മറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒറ്റക്ക് ആയിപ്പോകുന്ന ഒരു വിശ്വാസി എങ്ങനെയാണ് ആത്മാവിൽ ഒറ്റക്ക് ജീവിക്കേണ്ടതെന്ന് പറയണ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞ എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് തുടങ്ങണത് ഇങ്ങനെയാണ്: ഡോണ്ട് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അവൻ പല നാടുകളിൽ കടന്ന് തിരിച്ച് എഫേസസിലെത്തി കഴിയുമ്പോൾ 10-12 വിശ്വാസികൾ അവനെ അഭിമുഖീകരിക്കും. നടപടി പുസ്തകത്തിൻ്റെ 19:1-2 അവരുടെ മുഖത്ത് നോക്കുമ്പോൾ പറയുന്നത്, ഒറ്റക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ എന്നാ ചോദിക്കണത്. ഒറ്റക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ?
എല്ലാ കാലത്തും അപ്പോസ്തലന്മാരും കൂട്ടായ്മയും സന്ധിപ്പും സംഘടനയൊക്കെ കൂടെ ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? ഒറ്റയ്ക്ക് സാക്ഷ്യം വഹിക്കണ്ടേ? ഡോണ്ട് യു റിസീവ് ഹോളി സ്പിരിറ്റ് എന്നാ ചോദിക്കണത്. കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അവസാനം എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്? എഫേസ്യ ലേഖനം 6:5. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, അങ്ങ് പ്രബോധനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ഓരോ മക്കളെയും സ്പർശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്കാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ? വിശ്വാസി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ലേ എന്ന. ചിലപ്പോൾ നമ്മൾ സാമുദായികമായിട്ട് ഒറ്റപ്പെട്ട് പോയെന്ന് വരാം. ഇപ്പം ഹമാസിൻ്റെ മിസൈൽ സൗമ്യയുടെ ജീവൻ എടുത്തു. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ വരെ മുട്ടുവിറക്കുകയാണ് സൗമ്യയുടെ വീട്ടിൽ ചെല്ലാൻ. എന്താ കാര്യം? ആരും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരാരും സൗമ്യയുടെ വീട്ടിൽ ചെന്നില്ല. എല്ലാ ഫേസ്ബുക്കിൽ നിന്നും സൗമ്യ കൊല്ലപ്പെട്ടത്, സൗമ്യയെ കൊന്നത് ആരാണെന്നുള്ളത്, വേട്ടക്കാരനെ മറച്ചു പിടിക്കുന്നത് എന്ത് ധൈര്യമാണ്? വേട്ടക്കാരനെ മറച്ചു പിടിക്കുകയും ഇരയെ വലിച്ചെറിയുകയും ചെയ്യുന്ന ധൈര്യം എന്ത് ധൈര്യമാണത്? ഈ ധൈര്യത്തിൻ്റെ പേരാണ് കാട്ടുഭീരുത്വം എന്ന് പറയണത്. സത്യത്തെ സത്യമായിട്ട് കാണാൻ അറിയണം. ഒരു സമുദായത്തെ ഏതെങ്കിലും വകുപ്പിലെ അധികാരികൾ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ സമുദായം വളർന്നു വന്ന ഒരു രീതിയുണ്ട്. അത് സംഘടന കൊണ്ടോ അതിൻ്റെ ആയുധ പിൻബലം കൊണ്ടോ ഒന്നുമല്ല, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ്. We are not alone. You must understand by no means. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സൈന്യത്താലെയല്ല ദൈവത്തിന്റെ ശക്തിയാൽ അഭിഷേകം പ്രാപിക്കാൻ കർത്താവേ പ്രബോധനങ്ങൾ ഓരോ അതിനെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചതിന് ശേഷം അവസാനം പറയും, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതല്ലേ? ആത്മാവിൻ്റെ അഭിഷേകം വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. നമ്മൾ പറയുന്ന സ്നേഹക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, ആത്മസംയമനത്തിനേക്കാൾ ഉപരി ആത്മാവിൻ്റെ ഫലങ്ങളെ, അതിൻ്റെ പ്രകടിത പ്രയോഗ രൂപങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നത് 6:14 വെച്ചാണ്. എന്താ പറയണത്? അതിനാൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യം കൊണ്ട് അരമുറുക്കി, പിന്നെന്താണ്? നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. ഇതെല്ലാം ആത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞ മനുഷ്യന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം ആത്മീയമായി വിവേചിച്ച് ആത്മീയ മനുഷ്യന് വേണ്ടി എഴുതുന്നത് കൊണ്ട് ജഡിക മനുഷ്യൻ അത് മനസ്സിലാക്കത്തില്ല എന്ന് പൗലോസ് ജാമ്യമെടുത്തിട്ടുണ്ട്. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന വാൾ, ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എന്തിനാണ്? ഒറ്റക്ക് നിൽക്കാനാ. ഒറ്റക്ക് നിൽക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ ആലപ്പുഴ മെത്രാൻ അഭിവന്യ ജെയിംസ് സാനാവറബിൾ പിതാവ് സ്വർഗാരോഹണത്തിൻ്റെ കുർബാന അർപ്പിക്കാൻ വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൃപാസനത്തിൽ പിതാവിനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ പഠിക്കുക ചെന്നപ്പോൾ പിതാവ് സന്ധ്യാപുണ്യാളൻ്റെ രൂപമല്ലേ അതൊന്നും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൻ്റെ ഇടതുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് എന്നെയും കൊണ്ട് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സന്ധ്യാപുണ്യാളുടെ രൂപമാണ്, എനിക്ക് മുണ്ടമ്പേരി പള്ളിയിൽ നിന്ന് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സന്ധ്യാപുണ്യാളൻ കുതിരപ്പുറത്തിരിക്കുകയാണ്. തലയിൽ പടത്തൊപ്പിയുണ്ട്, വാളുണ്ട്,
പാദരക്ഷ ഉണ്ട്, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, എവറിത്തിങ് ഉണ്ട്. അപ്പോഴേ പിതാവ് പറഞ്ഞു ഇത് Ephesians 6:14 പറഞ്ഞു. എന്താ കാര്യം? രക്ഷയുടെ പടത്തൊപ്പി, ആത്മാവിൻ്റെ വാള്, സമാധാനത്തിൻ്റെ പാദരക്ഷ, ഇങ്ങനെ എല്ലാം ഒറ്റക്ക് ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനി, ഒരു പടയാളി, ഒരു വിശ്വാസി, ഒരു പടയാളി, ആത്മീയ പോരാളി, ഈ ജീവിതത്തിൽ ദുഷ്ടൻ്റെ കുരമ്പുകളെപ്പോലും ഭേദിക്കാൻ പറ്റിയ വിശ്വാസത്തിൻ്റെ പരിച ഏന്തിയ പടയാളി. അപ്പോഴേ ഇതെല്ലാം ഉദ്ദേശിക്കണത് എന്താ? ഒറ്റക്ക് ജീവിക്കാനാ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലും സർവസജ്ജമായി എല്ലാത്തിനെയും അതിജീവിച്ച് യേശുക്രിസ്തുവിനെ പോലെ ഏൽപ്പിച്ചവൻ പോലും കൈവിട്ട് കളഞ്ഞാലും ഏൽപ്പിച്ച ജോലി ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ നൽകിയിട്ടുള്ള പ്രചോദനമനുസരിച്ചുകൊണ്ട് പൂർത്തിയാക്കുവാനുള്ള പ്രത്യേക അഭിഷേകത്താൽ സഭയെ അഭിഷേകം ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിലെ സഭ വിശുദ്ധ മത്യാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പം മത്യാസിൻ്റെ തിരുനാളിൻ്റെ ദൈവവചനങ്ങൾ ഭയങ്കര ഹൃദ്യമായ ദൈവവചനമാണ്. അത് ഒരു ദൈവവചനം എന്നെ അങ്ങോട്ട് വല്ലാതെ അങ്ങ് ഹോണ്ട് ചെയ്ത്. ഈ കാര്യം ഒറ്റക്ക് ജീവിതത്തെക്കാരനാണ്. ഒറ്റക്ക് ജീവിതം പല രീതിയിലാകാം. ദൈവത്തെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ആരാലും അറിയപ്പെടാതെ നമുക്ക് ഒറ്റക്ക് ജീവിക്കാം. യാക്കോബും യോഹന്നാൻ്റെയും പ്രശ്നം അവരെന്തെങ്കിലും ചെയ്താൽ 10 പേര് അറിയണമെന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അങ്ങനെ ഒരു ആളല്ല മത്യാസ്. ആ കാര്യം അറിയാമെങ്കിൽ നടപടി പുസ്തകത്തിൻ്റെ 1:22 വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്താ പറയണത്? അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. വിളി എന്താണ്? പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ഈ പുനരുത്ഥാനത്തിന് ആളിൻ്റെ യോഗ്യത എന്താ? ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താണ്? അവനെന്താണ്? അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ മുഖമുദ്ര എന്താണ്? നടപടി 1:21 എന്താണത്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ് അവൻ. മരണത്തിൻ്റെ സാക്ഷിയല്ല, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. അങ്ങനെ പല മരിപ്പുകളും ജീവിതത്തിലുണ്ടാകും. പക്ഷെ അവൻ സാക്ഷ്യം വഹിക്കുന്നത് പുനരുത്ഥാനത്തിനാണ്. ഇപ്പം തന്നെ ഈ ആഴ്ചയിൽ എന്തൊരു കടൽ കയറ്റമാണ്, എത്ര വീടുകളാണ് മുങ്ങിപ്പോയത്, എന്തുമാത്രം ആൾക്കാർക്ക് വിഷമസന്ധിയിലായിരിക്കണത്. പ്രകൃതിക്ഷോഭം, തീരദുക്ഷോഭം മാത്രമല്ല, കേരളം ആസകലമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ദുരിതങ്ങളുണ്ട്. നമ്മൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഈ മരണത്തെ മുഖാമുഖം ഒരു വിശ്വാസി കാണുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അരിഷ്ടതകളെല്ലാം യോഹന്നാൻ 16:33 എഴുതിയിരിക്കുന്ന പോലെ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവിടെ കോവിഡ് ഉണ്ടാകും, അവിടെ ഉരുൾപൊട്ടലുണ്ടാകും, കടൽക്കയറ്റം ഉണ്ടാകും. ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ഈശോ പറഞ്ഞില്ല. എങ്കിലും ധൈര്യമായിരിക്കുമെൻ, ഇതിനെല്ലാത്തിനെയും ഈ ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഈ ലോകത്തെ കീഴടക്കിയവൻ്റെ, ആ കീഴടക്കിയത്, മരണത്തെ കീഴടക്കിയവൻ്റെ അടയാളം എന്താണ്? അവൻ പുനരുത്ഥാനം ചെയ്തവനാണ്. വിശ്വാസി പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവൊക്കെ ആവശ്യമായി വരുന്നത്. എന്തിനാണ്? പുനരുത്ഥാനത്തിന് സാക്ഷ്യം. മരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കാലിടരാതെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി പ്രത്യാശയോടെ മുന്നേറാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരദേശത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവർഷക്കെടുതിയിൽ അകപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു.
യേശുവേ ആരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധന. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ യേശുവേ ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ 1:22 കുറച്ചുകൂടി വ്യക്തമായ ഒരു വചനമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു വിശ്വാസി എന്നും ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ വിശ്വാസത്തിന് അവൻ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. യോഹന്നാൻ 17:4 അനുസരിച്ച് കൊണ്ട് പിതാവ് അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കുമെന്ന് പറയുമ്പോൾ ആ പിതാവ് പൂർത്തിയാക്കുന്ന സമയത്തില്ല. നമ്മൾ ഏൽപ്പിച്ച ജോലി ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും അവൻ കാണുന്നില്ലെങ്കിലും അത് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നാണ് ഇപ്പോഴ് സുവിശേഷ ശുശ്രൂഷയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1:22 നടപടി 1:22 എന്താ പറയണത്? അതായത് ഒരു അപ്പോസ്തലൻ്റെ യോഗ്യത എന്താ, ഒരു വിശ്വാസിയുടെ യോഗ്യത എന്താ? യോഹന്നാൻ്റെ ജ്ഞാനസ്ഥാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ യോഗ്യതയാണ് എന്താണ്? യോഹന്നാൻ്റെ ജ്ഞാനസ്ഥാനം മുതൽ കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്ന കാലത്തെല്ലാം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം അപ്പോസ്തല സ്ഥാനത്തേക്ക് വരേണ്ടതെന്നാണ്. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. പക്ഷേ മത്യാസ് കൂടെ ഉണ്ടായിരുന്നതായിട്ട് ആർക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. പല മത്യാസന്മാരെ അറിയത്തില്ല, സഭയ്ക്ക് പോലും അറിയത്തില്ല. പല മത്യാസന്മാരെ വികാരത്തിന് പോലും അറിയാൻ പാടില്ല. അവരൊക്കെ എല്ലാം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. കൂടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നുള്ള എല്ലാവരുടെയും പ്രശ്നം. നടപടി 1:22 വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാൻ്റെ ജ്ഞാനസ്ഥാനം മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പത്രോസ്. പിന്നെ ആരാണ്? അന്ത്രയോസ്. പിന്നെ ആരാണ്? യാക്കൂബ്, യോഹന്നാൻ. ദാറ്റ് ഈസ് പ്രൈമറി ഡിസൈപ്പിൾസാണ്. മത്തായിയൊക്കെ പിന്നീട് വന്ന ആൾക്കാരാണ്. മത്തായിക്കാൾ ആദ്യം വന്ന ആളാണ് മത്യാസ്. അതുകൊണ്ട് ബർസബാസും മത്യാസും രണ്ടുപേരും കൂടിയാണ് അവസാനം ഈ കാലമെല്ലാം കർത്താവിൻ്റെ കൂടെ ഈ 3 വർഷവും സഞ്ചരിച്ചിട്ടും അവരുടെ പേര് സുവിശേഷകന് ഓർക്കാൻ വേണ്ടി മാത്രം ഒന്നും പ്രത്യേകിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അഥവാ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. മത്യാസിന് കുറിവിടാൻ കാര്യം എന്താ? അവൻ ഒറ്റക്കായിരുന്നു. കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കൂടെ അവനുണ്ടായിരുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. എപ്പോഴും അറിയപ്പെടാത്ത അനോണിമസ് ക്രിസ്ത്യൻ നമ്മൾ പറയും. പക്ഷേ അനോണിമസ് വിറ്റ്നസ് മെത്രാനെ അറിയത്തില്ല, വികാരത്തെ അറിയത്തില്ല, കൃപാസനൻ ഡയറക്ടർക്ക് അറിയത്തില്ല, ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ ഡയറക്ടർമാർക്ക് അറിയത്തില്ലെങ്കിലും മത്യാസന്മാരെ കർത്താവിൻ്റെ കൂടെ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ, നീ ഓർക്കുക, നീ ചെയ്ത ജോലികളെല്ലാം, അത് കുടുംബജീവിതമായാലും തൊഴിൽ ജീവിതമായാലും, നീ ചെയ്ത സത്യങ്ങൾ, ചെയ്ത നീതികൾ, നീ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി ചെയ്ത നന്മകൾ ആരും അറിയുന്നില്ലെങ്കിലും കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോട് ചെയ്യുന്നതാകണം. അവിടെ ആരുമില്ല, സുപ്പീരിയേഴ്സ് ഇല്ല, വീട്ടുകാരില്ല, മേലാളന്മാരില്ല, അധികാരികളില്ല, ആരുമില്ല. കാണാനില്ല, അംഗീകരിക്കാനില്ല, ഏറ്റുപറയാനില്ല, പ്രോത്സാഹിപ്പിക്കാനില്ല. അപ്പോഴാണ് ഒറ്റക്കായി പോണത്. എഫെസസ് 6:14 അനുസരിച്ച് കൊണ്ട് ആത്മാവിൽ നിറഞ്ഞവൻ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞുകൊണ്ട്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാദരക്ഷ അണിഞ്ഞുകൊണ്ട്, ദൈവവചനമാകുന്ന വാള് കൈ പിടിച്ചുകൊണ്ട് അവനൊറ്റയ്ക്ക് അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴേ പൗലോസ് പറയും, എന്താ പറയണത്? കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്, കൊളോസ്യസ് 2:3-22, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്
ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങളുടെ ജോലി എന്തായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ അല്ല സേവിക്കണത്. ആരും അംഗീകരിച്ചില്ല, ആരും കാണുന്നില്ലെങ്കിൽ, മത്യാസിനെ പോലെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ട് ആരും കണ്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ അല്ല നിങ്ങൾ സേവിക്കണത്, ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ. അതാണ് കൊളോസ്യൻസ് 3:22. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യരെ എന്നല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ഹൃദയ പരമാർത്ഥത്തോട് ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതാണ് കൊളോസ്യൻസ് 3:24. കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ആണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന്. അതാണ് 3:24. മത്യാസിന് പ്രതിഫലം ലഭിച്ചില്ലേ? ഇപ്പോഴേ ആരും അറിയാതിരുന്ന മത്യാസിനെ ദൈവം എല്ലാം അറിയുന്നുണ്ടായിരുന്നോ? ദൈവത്തിലെ നിൻ്റെ ജോലിയും ഇങ്ങനെ തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നീ കുടുംബത്തിൽ ചെയ്തത് നിൻ്റെ ഭർത്താവ് അറിഞ്ഞോ? നിൻ്റെ ഭാര്യ അറിഞ്ഞോ? നിൻ്റെ മക്കൾ അറിഞ്ഞോ? ചിലരൊക്കെ പറയണത് മരിച്ചു കഴിഞ്ഞായിരിക്കും അവർ ചിലപ്പോൾ നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പോലും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പറയാൻ വേണ്ടിയല്ല നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രതിഫലം കർത്താവിൽ നിന്നാണ്. അത് മത്യാസ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ആരും അറിഞ്ഞില്ല. പക്ഷേ അറിയേണ്ടവൻ അറിഞ്ഞു, അറിയേണ്ട സമയത്ത് അറിഞ്ഞു. അറിയേണ്ട സമയത്ത് എന്തങ്ങനെ ചെയ്യേണ്ടി വന്നാലും അത് മനുഷ്യനെയല്ല ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. പെന്തക്കോസ്ത് മഹോത്സവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. അനോണിസമായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴും അജ്ഞാതരായി അറിയപ്പെടാത്തവരായി കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അത് പിതാവ് ഏൽപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിലും അത് പൂർത്തിയാക്കാനുള്ള ഒരു നിയോഗം വരുമ്പോൾ അത് മനുഷ്യനെയല്ല ദൈവത്തോടുന്നതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവമാണ് കരുതി വെക്കുന്നത്. കരുതി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ, ദൈവികമായ പ്രതിഫലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒറ്റക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് സാക്ഷിയായി കർത്താവിൻ്റെ നാമത്തിലെ അഭിഷേകം പ്രാപിക്കാൻ ദൈവം നമ്മളെ ആത്മാവിനെ അഭിഷേകം ചെയ്യട്ടെ. സ്തുതികട ഹല്ലേലൂയ 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 പ്രാർത്ഥനയുടെ സ്വർഗീയ നിമിഷങ്ങളിലെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കർത്താവിൻ്റെ നാമത്ത് വലത് കൈയും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അധിവസിച്ചുകൊണ്ട് നിങ്ങളെ ധന്യമാക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവെന്നറിയാൻ ഉൾപ്പെടെ, ദൈവത്തിൻ്റെ ശക്തി എന്നറിയാൻ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കൈവെക്കുമ്പോൾ തന്നെ ശിരസ്സിലും ഒരു കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ശിരസ്സിലും ശരീരത്തിലും രോഗത്തിലും കർത്താവേ, മക്കൾ അങ്ങയുടെ നാമത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശിരസ്സിൽ കൈവച്ചിരിക്കുന്നവർ പരിശുദ്ധാത്മാവ് നിറയുവാനും ശരീരത്തിന് മറ്റു കൈകൊണ്ട് ശരീരത്തിന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നവരെ രോഗസൗഖ്യം നേടുവാനും വേണ്ടി കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2 കൈകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വലത് കൈ ഞങ്ങൾ ശിരസിൽ വെക്കുന്നു, ഇടത് കൈ എവിടെയാണ് രോഗം അവിടെ വെക്കുന്നു കർത്താവേ. അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ. 35 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കർത്താവെ അനുസ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കർത്താവെ അനുസ്മരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന കർത്താവിന്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശരീരങ്ങൾക്ക് ആവസിക്കട്ടെ. ക്യാൻസർ രോഗം അനുഭവിക്കുന്നവരെ, കോവിഡ് രോഗം അനുഭവിക്കുന്നവരെ, ശ്വാസകോശങ്ങള് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങൾ കഴുകപ്പെടട്ടെ. ഏത് രോഗത്തിന് വേണ്ടിയാണോ ഇപ്പോൾ മക്കൾ പ്രാർത്ഥിക്കുന്നത്, ആ രോഗങ്ങളെല്ലാം യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. എല്ലാ കൊറോണ വൈറസ് രോഗങ്ങളെ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ആരാധന.
തിരുരക്തത്താൽ കഴുകണമേ സ്നേഹത്തോടെ കർത്താവിന്റെ സൗന്ദര്യം ഏറ്റുവാങ്ങി തിരുരക്തത്താൽ യേശുവേ ആരാധന. പെരുമഴ പോ സ്പർശിക്കണമേ, പെരുമഴ പോ സ്പർശിക്കണമേ, യേശുവിന്റെ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും മക്കൾ ഓർക്കുക. ആ സഹനമെല്ലാം സാക്ഷ്യമാക്കി സന്തോഷമാക്കി മാറ്റാൻ വേണ്ടി എവിടെയാണ് നിങ്ങളായിരിക്കുന്നത് അവിടെ മുട്ട നിൽക്കാൻ പരുവമുണ്ടെങ്കിൽ മുട്ടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അഭിഷിക്തൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളെ സാക്ഷികളാക്കി സന്തോഷത്തോടെ കൃപാസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ വലിയ നല്ല നല്ല നാളുകൾക്കായി നോക്കി പാർത്തുകൊണ്ട് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, സാങ്കേതികമായ തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും, എല്ലാ തകരാറുകളും, എല്ലാ സർക്കാരുകളുടെ നിയമങ്ങൾ കാരണം പൊറുതിമുട്ടി ജീവിക്കുന്ന അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കൾ, അഡ്മിഷൻ കിട്ടാത്ത മക്കൾ, പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കൾ, പരീക്ഷ വരാൻ പോകുന്ന മക്കൾ, അവരെല്ലാം അച്ഛനീ നിമിഷം ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന കലഹമുള്ള കുടുംബങ്ങളെ, കേസിലകപ്പെട്ടിരിക്കുന്നവരെ, വിവാഹമോചനത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ കർത്താവെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താൻ വേണ്ടി കർത്താവെ ഏറ്റവും പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിട്ട് പോലും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാ മക്കളെയും നീ ഓർത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളെ, വിവാഹം ഒത്തുവരാത്തവര്, വിവാഹ തടസ്സമുള്ളവര്, വിവാഹ തകർച്ച നേടുന്നവര്, സാമ്പത്തിക തകർച്ച ഉള്ളവര്, വരുമാന മാർഗമില്ലാത്തവര്, തൊഴിൽ നഷ്ടപ്പെട്ടവര്, ഉദ്യോഗം പോയവര്, കർത്താവെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ കർത്താവെ ജോലിയില്ലാതെ ഒരു വരുമാനമില്ലാതെ കുടുംബത്തിൽ നിന്ന് മാത്രം കർത്താവെ പൈസ അയച്ചു കൊടുത്തിട്ട് ജീവിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബങ്ങളിൽ കടങ്ങൾ കൊണ്ട് പല പല ലോണുകളെ കടങ്ങൾ കാരണം കർത്താവ് വിഷമം അനുഭവിക്കുന്നവർ, കർത്താവ് വഴിയില്ലാത്തവർ, പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ എല്ലാവരെയും ഉടമ്പടി വെച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെ പ്രയർ റിക്വസ്റ്റിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ, ഓൺലൈൻ ഉടമ്പടിയിലുള്ള മുഴുവൻ വിഷയങ്ങളെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ വാസ്തവത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യമേ ഈ നിമിഷം നെറ്റെടുത്തുകൊണ്ട് അവരെ സാക്ഷിയായി മാറ്റണമേ. നിയോഗങ്ങളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൗന പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഷെയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഫണ്ട്സിന് ഷെയർ ചെയ്യേണ്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ മൗനമായ വിഷയങ്ങൾ, ആരാധനയിൽ അച്ഛൻ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും കടുത്ത സങ്കടമുണ്ടെങ്കിൽ അത്
മൗനമായി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയാണ്. ഷെയർ ചെയ്തതിന് ശേഷം ആ വലിയ സുവിശേഷ പ്രവർത്തനം ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൗനമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ. കർത്താവിനെ അറിയാത്തവർ അറിഞ്ഞവരെ ആഴപ്പെടാനാണ് ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം, ഉടമ്പടി ധ്യാനം നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ കൂടി ഈ ധ്യാനം അങ്ങേ അറിയാത്ത അനേകം മക്കൾ അറിയുവാൻ അറിയുന്ന മക്കളെ വചനത്തിൽ ആഴപ്പെടുവാൻ സുവിശേഷ വേലയായി മൊബൈലിൽ നിന്ന് ഈ പ്രോഗ്രാം അതിന്റെ മഹത്വത്തിനായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നു. അത് അങ്ങ് ഈ വ്യക്തികളെ, ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ അഭിഷേകം ചെയ്യണം. ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തുകൊണ്ട് ശ്രുതിക്കട്ടെ. മക്കള് ആശീർവദിക്കുന്നത് പ്രിയമുള്ളവരെ, നമുക്ക് 3 പ്രോഗ്രാമാണ് ഇപ്പോഴ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാലോൺ TV-യിൽ ഇപ്പോൾ തന്നെ ഇത് 11:30 മണിക്ക് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച 11:30 മണിക്ക് ഷെക്കീന TV-യിൽ മരിയൻ ഉടമ്പടി ധ്യാനം ലൈവാണ് എല്ലാ ചൊവ്വാഴ്ചയും. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, എല്ലാ തിങ്കളാഴ്ചയും 2 മണിക്ക് ഷാലോൺ TV-യിൽ എല്ലാ തിങ്കളാഴ്ചയും 2:30 മണിക്ക് സാന്ത്വനാഭിഷേകം എന്നുള്ള മരിയൻ ഉടമ്പടി ധ്യാനത്തിൻ്റെ മറ്റൊരു